തമിഴ്നാട്ടിലെ തന്നെ കോയമ്പത്തൂർ വളരെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു മണ്ഡലമായി മാറിക്കഴിഞ്ഞു. NDA സ്ഥാനാർത്ഥിയും BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായ അണ്ണാമലൈ തന്നെ അവിടെ മത്സരത്തിനെത്തുന്നു എന്നതാണ് ഇത്രയധികം സവിശേഷത ആ മണ്ഡലത്തിന് കൽപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രചരണത്തിന് എത്തുന്നു എന്നതും ഒരു വലിയ പ്രത്യേകതയാണ്. അണ്ണാമലൈ വിജയിക്കുമോ? കോയമ്പത്തൂർ ആര് പിടിക്കും? കഴിഞ്ഞ കുറച്ച് ദിവസമായി തമിഴ്നാടിന്റെ മുക്കിലും മൂലയിലുമെല്ലാം ഉയരുന്ന ചോദ്യം ഇതാണ്. മുൻപൊന്നുമില്ലാത്ത വിധം വാശിയേറിയ പോരാട്ടമാണ് കോവയിൽ ഇത്തവണ നടക്കുന്നത്. കോയമ്പത്തൂർ തമിഴ്നാട്ടിൽ ചെന്നൈ കഴിഞ്ഞാൽ അതിവേഗം വളരുന്ന നഗരം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ വാശിയേറിയ പോരാട്ടമാണ് കോവയിൽ ഇത്തവണ നടക്കുന്നത്. കോയമ്പത്തൂർ സൗത്ത്, കൗണ്ടൻപാളയം, സിംഗനല്ലൂർ, കോയമ്പത്തൂർ നോർത്ത്, സുലൂർ, പല്ലടം എന്നീ 6 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് കോയമ്പത്തൂർ പാർലമെന്റ് മണ്ഡലം. ഇടത് പാർട്ടികൾ 7 തവണയും കോൺഗ്രസ് 5 തവണയും BJP, DMK എന്നിവർ 2 തവണയും ADMK 1 തവണയുമാണ് മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ എല്ലായിടത്തും DMK തരംഗം ആഞ്ഞടിച്ചെങ്കിലും കോയമ്പത്തൂരിലെ 5 മണ്ഡലങ്ങളിൽ എടപ്പാടി പളനിസ്വാമിയുടെ ADMK വിജയിച്ചു. കോയമ്പത്തൂർ സൗത്തിൽ മക്കൾ നീതിമയ്യം സ്ഥാനാർത്ഥിയും സിനിമാ താരവുമായ കമൽഹാസനെ പരാജയപ്പെടുത്തിക്കൊണ്ട് BJPയും വിജയക്കൊടി പാറിച്ചു. ഇവിടെ ADMK മൂന്നാമതുമായി. എന്നാൽ ഇപ്പോൾ സമവാക്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. ജനങ്ങൾ ആർക്കൊപ്പമെന്ന് ഒരു തരത്തിലും വ്യക്തമാവാത്ത സ്ഥിതി. BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈയുടെ വരവോടെയാണ് കോയമ്പത്തൂർ ശ്രദ്ധാ കേന്ദ്രമായി മാറിയത്. അണ്ണാമലൈ മത്സരിച്ചാൽ BJP വിജയിക്കുമെന്ന് ഉറപ്പായതോടെ സ്ഥിരമായി CPMന് നൽകാറുള്ള മണ്ഡലം DMK തിരികെ വാങ്ങി. കഴിഞ്ഞ തവണ CPMന്റെ നടരാജൻ മത്സരിച്ച മണ്ഡലത്തിൽ മുൻ മേയറും ADMK നേതാവുമായ ഗണപതി P രാജ്കുമാറിനെ സ്ഥാനാർത്ഥിയാക്കി. ADMKയുടെ വോട്ടുകൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് നീക്കം. SP വേലുമണിയുമായുള്ള തർക്കത്തെ തുടർന്നായിരുന്നു ജയലളിതയുടെ വിശ്വസ്തൻ കൂടെയായ ഗണപതി രാജ്കുമാർ 2020 പാർട്ടി വിട്ടത്. ജയലളിതയുടെ സിനിമ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് ഗവേഷണം നടത്തി PhD നേടിയിട്ടുള്ള ഗണപതി രാജ്കുമാർ അഭിഭാഷകൻ കൂടെയാണ്. കോൺഗ്രസും CPMും CPIയും മുസ്ലിം ലീഗും അടങ്ങുന്ന മുന്നണി കൈകോർത്താൽ വിജയിക്കാനാവുമെന്നതാണ് DMKയുടെ പ്രതീക്ഷ. சட்டமன்ற தேர்தலின் போது நிறைய திட்டங்களை அறிவித்தார்கள். அறிவித்த திட்டங்கள் அதற்கு மேலே அறிவிக்காத திட்டங்களையும் இங்கே செயல்படுத்தி இன்றைக்கு தமிழகம் அமைதி பூங்காவாக திகழ்ந்து கொண்டிருக்கிறது என்பதை நீங்கள் புரிந்து கொள்ள வேண்டும். பெண்களுக்கு சம உரிமை கொடுத்தது திராவிட முன்னேற்ற கழக அரசு என்று எப்பொழுதும் நீங்கள் மறந்துவிட வேண்டாம். இது பெரியார் மண், உங்களுக்கு எல்லாம் தெரியும். தமிழகம் அமைதி பூங்காவாக இருக்கிறது. BJPയുമായി പിരിഞ്ഞതോടെ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന എടപ്പാടി പളനിസ്വാമിയുടെ ADMKക്ക് കോയമ്പത്തൂരിലേത് അഭിമാന പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ADMKയുടെ IT വിഭാഗം സ്റ്റേറ്റ് സെക്രട്ടറി സിംഗൈ രാമചന്ദ്രനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അവസാനമായി ജയലളിത മുഖ്യമന്ത്രിയായ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ചുമതല രാമചന്ദ്രനായിരുന്നു. അഹമ്മദാബാദ് IIMൽ നിന്ന് ബിരുദം നേടിയ സിംഗൈ രാമചന്ദ്രൻ മുൻ സിംഗനല്ലൂർ MLA ഗോവിന്ദരാജുവിൻ്റെ മകനാണ്. എന്നാൽ എടപ്പാടിയും O പനീർസെൽവവും പിരിഞ്ഞ ശേഷം വെറും 3 സീറ്റ് മാത്രമാണ് കോയമ്പത്തൂർ കോർപ്പറേഷനിൽ അണ്ണാ DMKക്ക് നേടാനായത്. SDPI പോലുള്ള വർഗീയ ശക്തികൾ പിന്തുണയുമായി രംഗത്തുണ്ടെങ്കിലും അവരുടെ വോട്ടുകൾ DMK പാളയത്തിലേക്ക് തന്നെ പോവാനാണ് സാധ്യത. మొదటిసారి వచ్చి తేరల్ ప్రచారం తొడగుండాము. నేను ఈ మాసి ఇడదా ఉంటూ ఈ ఊర్లో ఉంటూ మీకు ఏదో ప్రాబ్లం అంటే ఉడనే కాల్ చేయండి. 15 నిమిషాలు ఇది వచ్చి మీ ప్రాబ్లం సరి చేసేస్తూ అందరూ రెట్టలేల అందరూ వాకి ఇయ్యమని చెప్పింది. അതേസമയം മണ്ഡലത്തിൽ കളം നിറഞ്ഞു നിൽക്കുകയാണ് NDA സ്ഥാനാർത്ഥി K അണ്ണാമലൈ. IPS ഓഫീസറായിരുന്ന കാലത്ത് തന്നെ കർണാടക സിംഗം എന്ന പേരെടുത്ത അണ്ണാമലൈ
പെട്ടെന്ന് ജോലി രാജിവെച്ച് BJPയിൽ ചേർന്നതും ശേഷം BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായതുമെല്ലാം ഒരു സിനിമാ കഥയെ വെല്ലുന്ന കഥയായിരുന്നു. രാമേശ്വരത്ത് നിന്നും എൻ മൺ എൻ മക്കൾ എന്ന പേരിൽ അണ്ണാമലൈ തമിഴ്നാട്ടിൽ ഉടനീളം നടത്തിയ യാത്ര ദ്രാവിഡ മണ്ണിനെ ഉഴുതുമറിച്ചു. DMK ഫയൽസ് എന്ന പേരിൽ അണ്ണാമലൈ പുറത്തുവിട്ട സ്റ്റാലിൻ സർക്കാരിൻ്റെ അഴിമതികൾ മന്ത്രി സെന്തിൽ ബാലാജിയെ ഉൾപ്പെടെ അഴിക്കുള്ളിലാക്കി. കച്ചതീ വിഷയവും ലഹരിക്കെതിരെയുള്ള പോരാട്ടവുമെല്ലാം ഉയർത്തി മികച്ച പ്രകടനമാണ് തമിഴ്നാട്ടിൽ അണ്ണാമലൈ നടത്തുന്നത്. തമിഴൻ എന്ന് മാത്രം പറഞ്ഞിരുന്ന നാട്ടിൽ ഭാരതം ദേശീയത ഒപ്പം തമിഴ് എന്ന പുതിയ നെറേറ്റീവ് തന്നെ അണ്ണാമലൈ സൃഷ്ടിച്ചു. ആദ്യം താൻ സ്ഥാനാർത്ഥിയാവാനില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും അണ്ണാമലൈ പറഞ്ഞിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായാണ് കോയമ്പത്തൂരിൽ സ്ഥാനാർത്ഥിയാവുന്നത്. ഇപ്പോൾ യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെ സ്ഥാനാർത്ഥിയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കോയമ്പത്തൂരിലെ മണ്ണിൽ. மோடியை நினைக்கக்கூடியது எல்லாம் கோயம்புத்தூரிலே செயல்படுத்தக்கூடியவர் ஒருவர் வேண்டும். அதனால்தான் இந்த தேசிய ஜனநாயக கூட்டணி சார்பாக, பாரதிய ஜனதா கட்சி சார்பாக உங்கள் வீட்டு பிள்ளை, உங்கள் அன்பு தம்பி அண்ணாமலை இங்கே பாராளுமன்ற வேட்பாளராக நின்று கொண்டிருக்கிறார். ஆனால் உங்களுடைய அன்பும் ஆதரவும் இந்த நேரத்தில் நான் கோருவது, ஏப்ரல் 19ஆம் தேதி பாராளுமன்ற தேர்தலில் நீங்கள் எல்லோரும் தாமரை சின்னத்திலே வாக்களிக்க வேண்டும். பாரத பிரதமர் நரேந்திர மோடி அவர்கள் 400 இடங்களை தாண்டி, 400 எம்பிக்களை தாண்டி பாரத பிரதமர் அவர்கள் 3வது முறையாக ஆட்சி கட்டல உட்காரணும். ஐயா, எவ்வளவு பிரதமர் டெல்லியில் இருக்கிறாரோ அவ்வளவு நமக்கு நல்லது. ஏன்னா முதல்ல எல்லாம் வளர்ச்சி பாத்தீங்கன்னா தூரமாக இருக்கக்கூடிய பகுதிக்கெல்லாம் வராதுங்க, எல்லாம் மறந்துடுவாங்க. மலைவாழ் பகுதிக்கெல்லாம் பாத்தீங்கன்னா வளர்ச்சி வராது. தனியார் நிறுவனங்கள், அறக்கட்டளைகள் இவங்க வந்து ரோடெல்லாம் போட்டுட்டு இருப்பாங்க. பிரதமர் மோடி அவர்கள் வந்த பிறகுதான் அரசு முழுமையாக களத்திலே வந்து தூரமாக இருக்கக்கூடிய மலைவாழ் பகுதிகளுக்கெல்லாம் அடிப்படை வசதிகள் என்ன வேண்டுமோ அதை மோடி அவர்கள் செய்து கொடுத்துக் கொண்டிருக்கின்றார். മോദി സർക്കാർ 400 സീറ്റ് നേടി അധികാരത്തിലെത്തുമ്പോൾ അണ്ണാമലൈ വിജയിച്ചാൽ കോയമ്പത്തൂരിൻ്റെ വികസനം അനായാസം നടക്കുമെന്ന് മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിൽ തന്നെ സംസാരമുണ്ട്. കോയമ്പത്തൂർ സ്മാർട്ട് സിറ്റി, മെട്രോ റെയിൽ ഉൾപ്പെടെ അടിമുടി മാറ്റം അണ്ണാമലയിലൂടെ സാധ്യമാവുമെന്ന് BJPയും വ്യക്തമാക്കുന്നുണ്ട്. ജയലളിതയുടെയും കരുണാനിധിയുടെയും എല്ലാം മരണശേഷം അനുദിനം മാറി മറിയുകയാണ് തമിഴ് രാഷ്ട്രീയം. ഏതായാലും കോയമ്പത്തൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇനി തമിഴ് ജനത എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയായി മാറും. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, കോയമ്പത്തൂർ.